മഹാഭാരതത്തിൽ ധാരാളം കഥകളുണ്ട്. അതിലൊരു കഥയാണ് യയാതിയുടെയും ദേവയാനിയുടെയും ശർമ്മിഷ്ഠയുടെയും കഥ. ദേവയാനി അസുരഗുരുവായ ശുക്രാചാര്യരുടെ മകളാണ്. ശർമ്മിഷ്ഠ അസുരന്മാരുടെ രാജാവിന്റെ മകളും. ഒരു സാഹചര്യത്തിൽ ദേവയാനിയുടെ ദാസിയായി ശർമ്മിഷ്ഠയ്ക്ക് ജീവിക്കേണ്ടി വരുന്നു എന്നൊരു കഥ വളരെ ദീർഘമായി തന്നെ മഹാഭാരതത്തിനകത്തുണ്ട്. നമ്മളിവിടെ പറയാൻ പോകുന്നത് യയാതിയുടെ ആസക്തികളുടെ കഥയാണ് പറയാൻ പോകുന്നത്. ദേവയാനിയാണ് ഭാര്യയെങ്കിലും യയാതിക്ക് ശർമ്മിഷ്ഠയുമായി ബന്ധമുണ്ടാവുകയും ശർമ്മിഷ്ഠയിൽ മക്കൾ ജനിക്കുകയും ചെയ്തു. തന്റെ ദാസിയായ ശർമ്മിഷ്ഠയിൽ യയാതിക്ക് കുഞ്ഞുങ്ങളുണ്ടായ വിവരമറിഞ്ഞ ദേവയാനി പിതാവായ ശുക്രാചാര്യരോട് കാര്യം പറയുന്നു. വിവരമറിഞ്ഞ ശുക്രാചാര്യർ യയാതിക്ക് അകാല വാർദ്ധക്യം വരട്ടെ എന്ന് ശപിക്കുന്നു. അകാല വാർദ്ധക്യം ബാധിച്ച് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ യയാതി ശുക്രാചാര്യരോട് മാപ്പ് പറയുകയും അദ്ദേഹം ഈ ശാപത്തിന് പകരമായിട്ട് ഒരു ഉപാധി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. യയാതിയുടെ ആൺമക്കളിൽ ആരെങ്കിലും യയാതിയുടെ ജരാനരകൾ അകാല വാർദ്ധക്യം സ്വീകരിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിന് അവരുടെ യൗവനത്തിൽ ജീവിക്കാം എന്ന് പറയുന്നു. യയാതി കൊട്ടാരത്തിലെത്തി തന്റെ മക്കളോടെല്ലാം തന്റെ ജരാനരകളും അകാല വാർദ്ധക്യവും സ്വീകരിക്കാൻ അപേക്ഷിക്കുന്നു. മക്കളിൽ മൂത്തവരാരും തന്നെ യയാതിയുടെ ജരാനരകളും വാർദ്ധക്യവും സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഇളയ പുത്രനായ പുരു അദ്ദേഹത്തിന്റെ അകാല വാർദ്ധക്യവും ജരാനരകളും ഒക്കെ സ്വീകരിക്കുന്നു. അദ്ദേഹം ഈ പുരു എന്ന് പറയുന്ന രാജകുമാരൻ വൃദ്ധനായി തീരുകയും യയാതി യൗവനമുള്ള ഒരാളായി തീരുകയും ചെയ്യുന്നു. അദ്ദേഹം അതോടുകൂടി ജീവിതത്തിലെ സകലമാന ആസക്തികളും സുഖങ്ങളും എല്ലാം അറിഞ്ഞ് ജീവിക്കുന്നു. മഹാഭാരതത്തിൻ്റെതായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ചിലയിടങ്ങളിൽ വായിച്ചിട്ടുള്ള കഥകളൊക്കെ അനുസരിച്ച് 1000 വർഷത്തോളം യയാതി ഇങ്ങനെ ജീവിച്ചു എന്നൊക്കെയാണ് ചില കഥകളിൽ ചില ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത്രയും വർഷത്തെ ജീവിതത്തിനൊടുവിൽ ഈ ആസക്തികളൊന്നും അവസാനിക്കുന്നതല്ല എന്ന് യയാതി മനസ്സിലാക്കുകയും യയാതി തന്റെ പുത്രനായ പുരുവിന്റെ യൗവനം തിരികെ നൽകി ഒപ്പവും രാജ്യവും തിരികെ നൽകിയിട്ട് വനവാസത്തിനായി കാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കഥ. യയാതി എന്ന് പറയുന്ന രാജാവ് അധികാരത്തിനോടും ആസക്തികളോടും പ്രത്യേകിച്ച് ഇന്ദ്രിയ സുഖ ഭോഗങ്ങളോട് അമിതമായിട്ടുള്ള ആഗ്രഹമുള്ള ആളും വാർദ്ധക്യത്തെ ഭയക്കുന്ന ആളുമായിരുന്നു. ഇന്ന് നമ്മുടെ കാലത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരിൽ ഭൂരിഭാഗം പേരും ഇതിലേതെങ്കിലുമൊക്കെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരോ തരണം ചെയ്യുന്നവരോ അതിൽ പെട്ടുപോയവരോ ഒക്കെയാണ്. മഹാഭാരതം എന്ന് പറയുന്ന മനുഷ്യന്റെ ഇതിഹാസം പറയുന്ന കഥകളെല്ലാം തന്നെ എല്ലാ കാലത്തും ജീവിക്കുന്ന മനുഷ്യരിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ്. യയാതിയും ഇന്നത്തെ കാലത്തെ മനുഷ്യന്റെ ഒരു ഉദാഹരണം തന്നെയാണ്.